എനിക്ക് നല്ല സൗഖ്യമായി. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു. ഇപ്പോ എനിക്ക് നല്ല ഇപ്പൊ സുഖമുണ്ട്. വേദന ഇല്ല സിസ്റ്റർക്ക്? ഇപ്പൊ ഓ വേദനയില്ല. എന്റെ ഞാൻ യേശു, എനിക്ക് അങ്ങനെ വ്യക്തമായിട്ട് നടക്കാനൊന്നും പറ. പറ്റത്തില്ലായിരുന്നു. 5 മാസമായിട്ട് നടക്കാൻ ലിഗമെന്റിന്റെ പ്രശ്നമായിരുന്നു അല്ലെ? എങ്ങനെയാ അതിന്റെ ആ അകത്ത് ഓപ്പറേഷൻ ആ ചെയ്യുന്ന ഡോക്ടർ ലിഗ പറഞ്ഞതാ. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പം ലിഗമെന്റിന്റെ ഉള്ളില് ഉം. മസിൽ ഇഞ്ചുറി ആയതായിരുന്നു. ഓ യേശുവേ, അത് നിമിത്തം വേദന ഇപ്പൊ അനുഭവിക്കുമായിരുന്നു. വേദന, ഭയങ്കര വേദന. ഇപ്പൊ എനിക്ക് പ്രാർത്ഥിച്ചപ്പോ എന്നാ നടക്കാനൊക്കെ സംഭവിച്ചത്? ബുദ്ധിമുട്ട്. പ്രാർത്ഥിക്കുമ്പോ എനിക്ക് അവിടെ ഒരു കുളിരും ഓ ഒരു പരിശുദ്ധാത്മാവ് തൊട്ടു. സ്പിരിറ്റ് ഇറങ്ങിയതുപോലെ എനിക്കും അത് അനുഭവമായി. ഓ പരിശുദ്ധാത്മാവിന്റെ ആ സ്പർശനം ഞാൻ അനുഭവിച്ചു. ഓ എന്റെ യേശുവേ, ശരീരം മൊത്തം, ആമേൻ. നടുവിനൊക്കെ ഭയങ്കര വേദന. എനിക്ക് എണിക്കാനൊക്കെ ഭയങ്കര പാടായിരുന്നു. എണിക്കാനും എനിക്ക് ഭയങ്കര കഷ്ടമായിരുന്നു. ഇപ്പൊ എനിക്ക് ഈസി ആയിട്ട് എണിക്കാനും നടക്കാൻ, ഞാൻ നടന്നൊക്കെ നോക്കി. ഇപ്പൊ ഓ എനിക്ക് കർത്താവേ, നല്ല സുഖമായി. ദൈവം എന്നെ വിടുവിച്ചു. കർത്താവിന്റെ അത്ഭുതം നന്ദി, നിങ്ങൾ കേട്ടെ. ദൈവത്തിന് നന്ദി. നടുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, പ്രാർത്ഥിച്ചത് മുട്ടുവേദനയ്ക്കാണ്. പക്ഷേ ശരീരത്തിൽ ആ ആമേൻ. മുട്ടിനോട് കുളിര് പോലെ ദൈവാത്മാവിന്റെ സാന്നിധ്യം വന്നു. എണീക്കാൻ ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. ഡോക്ടർ സർജറി വേണമെന്ന്, ലിഗമെന്റിന്റെ ഇഞ്ചുറി ആയിട്ട് വേണമെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പം അവിടെയും സൗഖ്യം. നടക്കാനും എണീക്കാനും ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു, അവിടെയും സൗഖ്യം. കണ്ടോ അത് പരിശുദ്ധാത്മ. എന്റെ കാലിലോട്ട് വണ്ടി വീണതാ. 2 വീലർ എന്റെ ഓ കാലിലോട്ട് മറിഞ്ഞിട്ട് വീണതാ. ഞാൻ എന്നിട്ട് പുറകിലോട്ട് മറിഞ്ഞു വീണു. അങ്ങനെ നടുവിന് വേദനയൊക്കെ ഓ ഉണ്ടായിരുന്നു. എന്റെ യേശുവേ. ഇപ്പൊ പൂർണ്ണമായിട്ട് ദൈവം എന്നെ വിടുവിച്ചു, സൗഖ്യമായി. ഓ ദൈവത്തിന് നന്ദി, ബ്രദറിനും നന്ദി. ഗോഡ് ബ്ലസ്. ദൈവത്തിന് മഹത്വം. പിശാച് കേൾക്കണം, ദൈവത്തിന് യേശു മഹത്വം. ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു. ആമേൻ, ആമേൻ. കർത്താവിന് യേശുവിന് മഹത്വം. മഹത്വം. ഗോഡ് ബ്ലസ് യു, കർത്താവിന് ഗോഡ് മഹത്വം. ബ്ലസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ ഈ സാക്ഷ്യമുള്ളവര്? നിങ്ങൾ എത്ര നാളും കൂടെ ആയിട്ട് ഇത് അനുഭവിക്കുന്നു പറയണം കേട്ടോ. കാര്യം ഇത് കേൾക്കുന്ന അനേകരുണ്ട് രോഗികൾ. അവർക്കിത് കേൾക്കുമ്പം അവർക്ക് മനസ്സിലാവും, നാളുകളായിട്ട് അവർ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പറഞ്ഞേ, അടുത്തയാള് പറഞ്ഞു. സൗഖ്യം അനുഭവിച്ചവര് ഇത്രയും പേര് മ്യൂട്ട് മാറ്റി പറയാൻ നിൽക്കുന്നവരാണോ അതോ പറഞ്ഞു കഴിഞ്ഞവരാണോ? ഓ എനിക്കറിയത്തില്ല, ആൾക്കാരൊന്നും കേൾക്കുന്ന മനസ്സിലാകുന്നില്ല. ഇതിന്റെ അകത്ത് പ്രാർത്ഥിച്ചത് വേദനയ്ക്ക് വേണ്ടി പറഞ്ഞു. പാസ്റ്റർ, എനിക്ക് 2-3 മാസമായിട്ട് മുട്ടിന് ഭയങ്കര വേദനയും നീരൊക്കെ ആയിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ ആ വേദനയൊക്കെ പോയി. വേദനയൊക്കെ പോയി. ഇപ്പൊ വേദന അവിടെ ഇല്ല. ഇല്ല. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ സൂചി സഹായിക്കട്ടെ. കൊണ്ട് കുത്തുന്ന പോലെ വേദനയായിരുന്നു. കുത്തുന്ന സൂചി വേദനയായിരുന്നു. കൊണ്ട് കുത്തുന്ന പോലെ വേദനയായിരുന്നു. അത് യേശുവേ, മാറി. കണ്ട കർത്താവിന്റെ ഞാൻ ആഗ്രഹം. കാല് തിരുമ്മിക്കൊണ്ടായിരുന്നു ഈ പ്രാർത്ഥനയ്ക്ക് ഇരുന്നത്. യേശുവിന്റെ ആഗ്രഹം സിസ്റ്ററെ മുട്ടുവേദനയായിട്ട് ഇരിക്കാൻ വേണ്ടിയല്ല, കിടക്കിയെടുത്ത് നടക്കാൻ വേണ്ടി കേട്ടോ. ഓടി നടന്ന് യേശുവിന്റെ സാക്ഷ്യം പറഞ്ഞോണം. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. നന്ദി കർത്താവ്. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദറെ, ഞാന് ഒരുവിധം തടിയുള്ള ആളാണ് ഞാന്. എനിക്ക് ഈ ഒത്തിരി നടക്കുമ്പോ എന്റെ കാലിന്റെ മുട്ട് ഇങ്ങനെ വിട്ടുന്നത് പോലെ, കാലിന് ഇങ്ങനെ വേദന വരുന്നത് പോലെയൊക്കെ ആയിരുന്നു മുട്ടിന്. അപ്പൊ ഇപ്പൊ കാലും മടക്കി ഇരുന്ന് എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ കാലും മടക്കി ഇരിക്കുക. വേദനയില്ല. കാലും മടങ്ങും, വേദനയില്ല, കാലും മടങ്ങും. കണ്ടോ യേശുവേ, അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദി. നമുക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? കർത്താവ് മുഖാന്തരം എല്ലാം നടക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവെ അങ്ങേക്ക് സ്തുതി. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യം അനുഭവിക്കുന്നവര്? ഹലോ ബ്രദറെ, എന്തോ പറഞ്ഞു. ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ കാലിന്റെ മുട്ടിന് താഴെ ഭയങ്കര പുകച്ചിലും വേദനയായിരുന്നു. ആ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് ഈ ഭയങ്കരമായിട്ടൊരു വേദനയായിരുന്നു. എന്നിട്ട് ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്കും അതെങ്ങനെയോ അത് ഈ വെള്ളം ഒഴുകി പോണത് പോലെ ആ വേദന അങ്ങ് പോയി. ഓ യേശുവേ നന്ദി കർത്താവേ, സൗഖ്യമായി. അത് എന്റെ മുട്ടിന് വേദന ഉണ്ടായിരുന്നേ, മുട്ടിന്റെ മുട്ടിന്റെ ഇവിടം കൊണ്ട്. അപ്പൊ ഇപ്പം പ്രാർത്ഥിച്ചപ്പോ കാലിന്റെ മുട്ടിന്റെ ഫ്രണ്ട് വശത്തുള്ള വേദനയൊക്കെ അങ്ങ് മാറി. കാല് പയ്യെ കുറേശ്ശെ മടക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ കാലിന്റെ പുറകിൽ ഈ ഞരമ്പുണ്ടല്ലോ, ഞരമ്പ് ഇങ്ങനെ കാല് മടക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വലിഞ്ഞ് വേദന എടുക്കുക. ഇനി അത് മേലാ വരത്തില്ല സിസ്റ്ററെ. കൈ എടുത്ത് വെച്ചിട്ട് പറയാം, കർത്താവ് എനിക്ക് മുമ്പിൽ സൗഖ്യം തന്നെങ്കിൽ കാലിന്റെ പുറകിലും സൗഖ്യമുണ്ട്. യേശുവിന്റെ അടിപ്പിണരാൽ പറയണം, എന്റെ യേശു എന്റെ എല്ലാ വേദനകളെയും വഹിച്ചത് കേട്ടോ. ഇപ്പൊ തന്നെ നടന്നോണം. ഇതിന്റെ ശേഷം ഞാൻ ചോദിക്കും കേട്ടോ. കൈ വെച്ച് പറഞ്ഞുകൊണ്ടിരുന്നോണം, കർത്താവ് എന്റെ വേദനകൾ വഹിച്ചതുകൊണ്ട് ഞാൻ അനുഭവിക്കേണ്ട കാര്യമില്ല. കട്ടായം പറഞ്ഞോണം. ഒന്നെങ്കിൽ യേശു ചുമക്കണം, അല്ലെങ്കിൽ ഞാൻ ചുമക്കണം. യേശു ചുമന്നത് കൊണ്ട് ഞാൻ ചുമക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞോണം. എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് ധൈര്യമായിട്ട്, പിശാചേ യേശു എന്റെ രോഗത്തെ വഹിച്ചതുകൊണ്ട് ഞാൻ ചുമക്കത്തില്ല.
യേശുവിന്റെ വേദന ചുമന്നുകൊണ്ട് ഞാൻ ചുമക്കത്തില്ല. യേശാവ് പറയുന്നത് ബോഷ്കല്ല, ദൈവത്തിന്റെ വചനമാണ്. പത്രോസ് ലീഗ പറഞ്ഞു യേശുവിന്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു, സത്യമാണ്. ബൈബിള് സത്യമാണ്. യേശു ഭോഷ്ക് പറയത്തില്ല, ദൈവം ഭോഷ്ക് പറയത്തില്ല. അതുകൊണ്ട് എന്റെ രോഗത്തോട് പറയുന്നു എനിക്ക് അനുഭവിക്കാൻ മനസ്സിലെന്ന് പറയണം. വേദനയോട് പറ എനിക്ക് മനസ്സിലെന്ന് പറ. യേശു എന്റെ രോഗത്തെ അനുഭവിച്ചതാണ്. ആമേൻ, ആമേൻ. ഞാൻ പിന്നെ സാക്ഷ്യത്തെ പറ്റി ചോദിക്കും. റെഡി ആയിരുന്നോണം സാക്ഷ്യം പറയാനുള്ളവര്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ജിജി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുക. ജിജിയുടെ ഭവനത്തിന്റെ മേൽ ഒക്ടോബർ മാസം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഒക്ടോബർ മാസവുമായിട്ട് ജിജിയുടെ ഭവനത്തിന് എന്താണോ ബന്ധം, ആ ഭവനത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോവുക. ജിജിയുടെ ഭവനം ഒക്ടോബർ മാസവുമായിട്ട് ബന്ധമുള്ള ജിജി ആരാ? ഇന്ന് സൂമിലുണ്ടെങ്കിൽ അഥവാ ലൈവിലാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒക്ടോബർ മാസം തന്നെ സിസ്റ്ററെ, ഒക്ടോബർ മാസത്തിൽ എന്റെ ഭർത്താവിന്റെ ബർത്ത്ഡേ ആണ്. അല്ലാതെ സിസ്റ്ററുടെ പേര് ജിജി എന്നാ? എന്റെ പേര് ജിജിന. ഒക്ടോബർ മാസം ജനിച്ചത് ഭർത്താവാ? ഇന്ന് യേശുവിന്റെ നാമത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുക, ഒരു അനർത്ഥം ആ ഭവനത്തിൽ നിന്ന് വിട്ടുമാറുക. ദുഷ്ടപിശാചി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ കലഹത്തിന്റെ ദുരാത്മാക്കൾ കുടുംബത്തിൽ നിന്ന് ഓടി മാറുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാണ്. എൻ്റെ ഉള്ളത്തെ കർത്താവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നോക്കി നിൽക്കുന്ന, അങ്ങനെ ഒരു വാക്ക് തമ്പുരാൻ പറയട്ടെ, നിങ്ങളെ നോക്കി നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. ആ വ്യക്തികൾ അനുകൂലമായി ചിലത് സംസാരിക്കാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, അനുകൂലമായി ഇടഞ്ഞു നിൽക്കുന്ന ചില വ്യക്തികൾ സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ അതിശയിക്കാൻ വേണ്ടി പോവുക. ദൈവ അനുകൂലമെങ്കിൽ പ്രതികൂലമാര് ജിജിയുടെ ഭവനം സ്വീകരിച്ചോണേ. അത്ഭുതകരമായ പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി ആമേൻ പറഞ്ഞു. സ്വീകരിച്ചോ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവേ, പരിശുദ്ധാത്മാവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അതോടൊപ്പം തന്നെ കർത്താവിന്റെ ഒരു സുഭാഷിന്റെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഒരു നീണ്ട കാലഘട്ടം പുറകോട്ട് കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുക. ഞാനൊരു സ്ഥലം കർത്താവ് എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ കോട്ടയത്ത് ഇങ്ങനെ അതിന് പറയുന്നത് പത്തലെന്ന് പറയുന്ന ഒരു മരമുണ്ട്. പത്തലെന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും, ഞാൻ ഈ കോട്ടയം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, പല സ്ഥലങ്ങളിലും അതിന് പല പേരാണ്. ഈ നമ്മൾ പണ്ട് വേലി കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പത്തല് കമ്പ് എന്നൊക്കെ പറയും. അതൊരു പ്രത്യേക ഒരു ചെറിയൊരു മണമല്ല, ഒരു നാറ്റമുള്ളതാണ്. മണമെന്ന് പറയാൻ പറ്റത്തില്ല, നാറ്റമാണ് അതിന് തൊലിക്ക്. അത് നിങ്ങളവിടെ കൊന്നെന്നാണോ പറയുന്നത്? പലയിടത്തും പല പേരാവുകൊണ്ട് ഞാനിത് എടുത്ത് പറയുന്നത്. ഇതുപോലെ വേലി കെട്ടി, അതുകൊണ്ട് വേലി കെട്ടി വെച്ചിരുന്ന ഒരു ഇച്ചിരി പുറകോട്ടൊരു കാലഘട്ടമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. അതിങ്ങനെ വേലി കെട്ടി, അതുകൊണ്ട് വേലി കെട്ടി വെച്ചിരിക്കുന്ന ഒരു ഭവനം. ഈ ഒരു ഭവനമാണ് ഇച്ചിരി ഭയങ്കര പഴക്കം ചെന്ന ഒരു പാരമ്പര്യത്തിന്റെ ദുഷ്ടപിശാചിനെ കർത്താവിന് തൊടുക. ഇന്ന് എൻ്റെ ഉള്ളത്തെ കർത്താവിനെ കാണുക. അങ്ങനെ ഒരു വേലി കെട്ടി, അതുകൊണ്ട് ആ സംഭവങ്ങൾ നിമിത്തം ഒരു വേലി കെട്ടി വെച്ച് എനിക്ക് അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയാം ഈ സംഭവം എനിക്കറിയാം, ഈ ചെടി എനിക്കറിയാം. അത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കാഴ്ച കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ കണ്ട സംഭവമാണ്. പക്ഷെ നിങ്ങളുടെ നാട്ടിൽ പല പേരായിരിക്കും അതിന്. ഇതുകൊണ്ട് വേലി കെട്ടി മറച്ചൊരു ഭവനം, പഴക്കം ചെന്നൊരു കാലമാണ്. നമ്മുടെ ഇപ്പോൾ മതിലുകളായി നമ്മുടെ ഭവനങ്ങൾക്കൊക്കെ മുള്ളുവേലിയൊക്കെ. പക്ഷെ ഇതിനൊക്കെ മുമ്പ് ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നത്. അന്നത് ഒരു ഇറക്കം, അതായത് ഈ വീട് കഴിഞ്ഞാൽ പിന്നെ താഴോട്ടൊരു ഇറക്കമാണ് പിന്നെ വരുന്നത്. ഇങ്ങനെ ഇറക്കത്തിന് മുമ്പാണ് ഈ ഭവനം ഉണ്ടായിരുന്നത്. ഈ ഭവനം ഈ ചെടി കൊണ്ട് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നതായിട്ടൊരു വീടായിരുന്നു. ഞാൻ ആ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ഒരു സമയത്ത്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ട്രെയിനിൻ്റെ ശബ്ദം ആ വീടിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ കേൾക്കാൻ പറ്റും. ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ശബ്ദം ആ ഭവനത്തിൽ ഇങ്ങനെ കേൾക്കാൻ പറ്റും. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൻ്റെ അകത്ത് പിതാക്കന്മാർ നിമിത്തം കയറിക്കൂടിയത്, അവരുടെ ചില ചേഷ്ടകൾ നിമിത്തം ഭവനത്തിൻ്റെ അകത്ത് കയറിക്കൂടി പിതാക്കന്മാർ വിട്ടുപോയെങ്കിലും തലമുറകളിലേക്ക് ബാധിക്കാൻ നോക്കിയ ഒരു വിഷയം ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിൽ നിന്ന് വിട്ടുമാറും. ഈ അടയാളം നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഭവനം ഏതാണോ യേശുവിൻ്റെ നാമത്തിൽ, അത് ഇച്ചിരി കാലപ്പഴക്കം ചെന്നതാണ്. നിങ്ങൾ ഇന്ന് ഇപ്പോൾ അവിടെയാണോ താമസിക്കുന്നത് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ പറഞ്ഞ അടയാളം കറക്റ്റാണ്. ആ ഭവനത്തിൻ്റെ അകത്തിരുന്നാൽ ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. ആ ഭവനത്തെ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് പുറകെ വരുന്ന പിശാചിൻ്റെ മുഖം ഇപ്പോൾ തന്നെ ആ ഭവനത്തിൽ നിന്ന് ഡെലിവറൻസിലേക്ക് കർത്താവ് പോവുകയാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ? സിസ്റ്ററുടെ തറവാടാ? അതെ. ഈ പറഞ്ഞ പോലെ അടയാളമാണോ സിസ്റ്റർ കേട്ടത്? ഓ, ഇന്ന് കർത്താവ് എന്നോട് പറയുന്നു. എത്ര വർഷം മുമ്പാ സിസ്റ്റർ ഇത് എത്ര വർഷം മുമ്പുള്ളതായിരുന്നു ഈ തറവാടില്? ഇപ്പൊ പറഞ്ഞ പോലെയൊക്കെ
തറവാട് ഇപ്പോഴും ഉണ്ട്. ഉം. റെയിൽവേ ലൈൻ അവിടുന്ന് ഇപ്പുറത്ത് ഒരു ആദ്യം ഇടതുഭാഗത്തായിരുന്നു, ഇപ്പൊ അത് വലതുഭാഗത്തൂടായി പുതിയ ലൈൻ ഈ പറഞ്ഞ പോലെ വന്നേക്കുന്നത്. ആയിരുന്നു വീടിന്റെ പൊസിഷൻ ഇരുന്നത്, ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടത്. അതെ അതെ, ഇങ്ങനെ ഒരു ഇറക്കത്തില്. ഇറക്കത്തില്ല. കണ്ടോ യേശുവേ, ആ, ഇന്ന് തമ്പുരാൻ ഇന്ന് ഈ സഹോദരിക്ക് വേണ്ടി തന്നെയാട്ടോ, മറ്റാരോടുമല്ല. എന്റെ ഉള്ളത്തെ ആമേൻ കർത്താവ് പറയുന്നു, ഈ സഹോദരിക്ക് ആമേൻ. വേണ്ടി തന്നെയാണ് ഈ ആലോചന. ഇന്ന് ആ സ്തോത്രം സ്തോത്രം. പിതാക്കന്മാരുടെ കാലത്ത് അവര് ചെയ്ത ചില ചേഷ്ടകൾ നിമിത്തം, അവര് തങ്ങൾ എപ്പോഴും വഴക്കായിരുന്നു, അച്ഛനും അനിയനും ഒക്കെ ആയിട്ട്. ഓ യേശുവേ, ഈ സ്തോത്രം. ഈ ഭവനത്തിന്റെ അകത്തായിരുന്നു അല്ലെ പ്രശ്നം നടന്നുകൊണ്ടിരുന്നത്. അതെ അതെ. ഓ യേശുവിനെ, നമ്മൾ ദൈവത്തെ വിളിക്കുന്നവർക്ക് ഒരു പാരമ്പര്യ ശക്തിയും സ്തോത്രം. തൊടത്തില്ല. ക്രിസ്തുവിൽ നമ്മൾ പുതിയ ആമേൻ സൃഷ്ടിയാ. ഇന്ന് ആ ആമേൻ പിതാക്കന്മാരുടെ ഒരു പാരമ്പര്യവും നമ്മളെ തൊടത്തില്ല. അത് പറഞ്ഞ് കയറിക്കൂടുന്ന ആമേൻ പിശാശെ ഉറക്കെ പറ, ഞാൻ ആമേൻ. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാന്ന് പറ. ഞാൻ ക്രിസ്തുവിൽ പുതിയ പുതിയ സൃഷ്ടിയാ, സൃഷ്ടിക്ക് പുതിയ സൃഷ്ടിയാ. പഴയതൊന്നും വേണ്ട, പഴയതൊന്നും വേണ്ട, പഴയതൊന്നും വേണ്ട, ഒരു പിതാവിന്റെയും പഴയതൊന്നും പാരമ്പര്യം വേണ്ട. വേണ്ട, ആത്മാവിൽ ഞങ്ങൾ വേണ്ട. ഇപ്പോൾ യേശുവെ പ്രിയ മകളെ ഡെലിവറൻസ് ഞങ്ങൾ കർത്താവ് കൊടുക്കുന്നപ്പ ഇപ്പോൾ തന്നെ അത് പറയുമ്പോൾ, ഏറ്റു പറയുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ പാരമ്പര്യത്തിലാണ് ആമേൻ നിൽക്കുന്നത്. ആമേൻ അതിന്റെ അനുഗ്രഹങ്ങൾ ആമേൻ ചൊരിയട്ടെ. സിസ്റ്ററെ, എന്നോട് ആമേൻ കർത്താവ് പറയുന്നു കേട്ടോ, നന്മ ഈ സാമ്പത്തിക മേഖലയുമായിട്ട് ആമേൻ ബന്ധപ്പെട്ട് എന്നുള്ളത് കർത്താവ് പറഞ്ഞു, ചിലത് റിലീസ് ആകും, നന്മ വരും, ആമേൻ ഫിനാൻസ് ആമേൻ കയ്യിലോട്ട് വരും. ആമേൻ. ഇതിനൊരു സൈന് കർത്താവ് കൊടുക്കും. ഇത് നിമിത്തമാണ് നിങ്ങൾ ഇപ്പൊ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. യേശുവിന്റെ ആമേൻ നാമത്തിൽ കർത്താവ് ഒരു ഡെലിവറൻസ് ആമേൻ ചെയ്യുക. അതോടൊപ്പം തന്നെ കർത്താവ് ആമേൻ. കുടുംബത്തിന്റെ അകത്ത് പരസ്പരം ഐക്യത ഇല്ലാത്തൊരു അനുഭവം ഉണ്ട്. കംപ്ലീറ്റ് ഇങ്ങനെ ഉണ്ട് ഉണ്ട് എപ്പോഴും ഉണ്ട് ഐക്യതയില്ല. ഉണ്ട് ബ്രദറെ, അത് എന്റെ നിമിത്തം മക്കളെ കരയാനേ അയ്യോ, സമയമുള്ളൂ. അതെ യേശു എന്ന് തൊടുക കേട്ടോ. കർത്താവെ, ആമേൻ നാമേൻ പറഞ്ഞ സിസ്റ്ററെ പിടിച്ചോ, യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് ആമേൻ പ്രാർത്ഥിക്കുന്നപ്പ. താങ്ക് യു ഹോളി ആമേൻ. സ്പിരിറ്റ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. ഞാൻ ഈ ഭവനത്തിന്റെ അകത്തിരുന്നപ്പോ ഈ ട്രെയിനിന്റെ ശബ്ദം എനിക്ക് കേൾക്കാം. സിസ്റ്റർ, ആ ഭവനത്തിരുന്ന് അങ്ങനെ ആമേൻ. കേൾക്കാം ട്രെയിനിന്റെ ശബ്ദം. ശരിക്കും കേൾക്കാം, ശരിക്കും കേൾക്കാം. ശരിക്കും. അപ്പൊ ഇങ്ങനെ വീടിന്റെ എന്നെ കർത്താവ് ആ ഉള്ളിൽ ഭവനത്തിൽ പോലെ കൊണ്ടുപോയി ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഇപ്പൊ അവിടെ പത്തല് കൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, അതോ മാറ്റം വന്നോ? അത് ഉണ്ട് ഉണ്ട് ഇപ്പോഴും ഉണ്ട്, ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും പത്തലുണ്ട് അതുണ്ട്. ഓ, എത്ര വർഷം ഉണ്ട്. മുമ്പ് നോക്കി ഇതിങ്ങനെ ആ വീടിന്റെ അകത്ത് ഞാൻ ഇങ്ങനെ ശബ്ദം കേൾക്കുക. കർത്താവിന് തൊടുക കേട്ടോ, ഡെലിവറൻസിനെ കൽപ്പിക്കുന്നപ്പ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ റിലീസ് ചെയ്യുന്നപ്പ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ ആമേൻ പറഞ്ഞു വിടുതലിനെ കൽപ്പിക്കുന്നപ്പ. അതിന്റെ റിസൾട്ട് സിസ്റ്ററെ കാണാൻ വേണ്ടി പോവാ. പിന്നെ എന്റെ കർത്താവോട് പറയാം, കുടുംബത്തിന്റെ അകത്ത് ആരാധന ഉയരാൻ പോവാ. ഓ യേശുവേ, ദേശക്കാര് ഉറ്റുനോക്കുന്ന രീതിയിൽ പൗലോസ് കാരാഗൃഹത്തിൽ ആരാധിച്ചപ്പോൾ ചുറ്റുമുള്ള തടവുകാർ നോക്കിയതുപോലെ അവരുടെ വിടുതൽ നിങ്ങളുടെ ഭവനം തുടങ്ങാൻ വേണ്ടി പോകും. അയൽവക്കത്തിന്റെ ചില ആളുകൾ ഇങ്ങനെ നമുക്കെതിരെ പിറുപിറുത്തോണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ അവരെയും കൂടെ നേടുവാൻ ഒരു അഭിഷേകത്തെ തമ്പുരാൻ പകരുക കേട്ടോ. യേശുവിന്റെ അധികാരം. എനിക്ക് പോകുന്ന സമയല പാസ്റ്റർ ഇവിടെ വന്നിരുന്നു. അപ്പം നമുക്കിവിടെ വീട്ടിൽ ആരാധന വെക്കണമെന്ന് പറഞ്ഞു. ഞാനത് സമ്മതിച്ചു ബ്രദറെ. സ്തോത്രം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കർത്താവ് ചെയ്യാൻ വേണ്ടി പോസ്റ്ററെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. സ്റ്റെല്ല സിസ്റ്റർ എന്തിയേ? സ്റ്റെല്ല സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? സ്റ്റെല്ല സിസ്റ്റർ ഇപ്പൊ നമുക്ക് എറണാകുളത്തെ പ്രാർത്ഥനയുടെ അഡ്രസ്സ് പറയുന്നതായിരിക്കും. എന്തിയാ സ്റ്റെല്ല സിസ്റ്റർ പോയോ സ്റ്റെല്ല സിസ്റ്റർ? ഓക്കെ, സ്റ്റെല്ല സിസ്റ്റർ പോയെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് എറണാകുളത്ത് ചിറ്റൂർ റോഡിലാണ്. അതിന്റെ അഡ്രസ്സ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? കുറെ പേർക്ക് കൺഫ്യൂഷൻ വന്ന് കഴിഞ്ഞ ദിവസം പറയാൻ 3-4 ഹോളുകൾ കറങ്ങി അവിടെ നിൽപ്പുണ്ട്. YMCA പാലാരിവട്ടം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞു ബ്രദറെ. ആ അത് പത്മ ജംഗ്ഷൻ എറണാകുളം ബസ് കയറണം. കച്ചേരിപ്പടി ഏത് ബസ്സിൽ കയറിയാലും പത്മയിലിറങ്ങിയ പത്മ ജംഗ്ഷൻ അവിടെ ഇറങ്ങിയിട്ട് YMCA റോഡ് ക്രോസ് ചെയ്തിട്ട് പോകണം. ഷെനൈസിന്റെ സൈഡിൽ കൂടി വഴിയുണ്ട്. അതില് പോയാ YMCA ഓക്കെ. അപ്പൊ അതെ, സഹോദരി വഴി പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും ഈ ദിവസങ്ങൾ ഇനി വഴി പറഞ്ഞുകൊണ്ടിരിക്കും. യൂട്യൂബിലെ കാണുന്നവരെ 100 പേരുടെ കപ്പാസിറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സിസ്റ്റർ എത്ര പേര് നമുക്ക് ആയി നിൽക്കുന്നത്? 10, 50, 60 ആയിട്ടുണ്ട്. അന്യഭാഷാ പ്രാർത്ഥനയാണ്, ഓൺലൈൻ പ്രാർത്ഥനയാണ് അവിടെ കൂടി വരിക. ഞാനത് നിങ്ങൾക്ക് വെർച്വലി ഞാൻ അതിൽ പങ്കുചേരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് അന്യഭാഷാ പ്രാർത്ഥന മാത്രമല്ല, ദൈവം നിങ്ങളെ തൊടും. കഴിഞ്ഞ ദിവസം നമ്മൾ സൗദിയിൽ വെച്ച പ്രാർത്ഥന അന്യഭാഷ പ്രാർത്ഥനയായിട്ടാണ് വെച്ചത്. പക്ഷെ പരിശുദ്ധാത്മ പ്രവചനാത്മാവിൽ അവരെ തൊട്ടു, ഡെലിവറൻസുകൾ കൊടുത്തു. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക, അന്യഭാഷാ പ്രാർത്ഥനയിൽ നിങ്ങൾ വരുന്നവരുണ്ടെങ്കിൽ അറിയിച്ചല്ലാതെ വരരുതേ. വീണ്ടും വീണ്ടും പറയും. പേരൊന്നും പറയണ്ട, സ്ഥലം പറയണ്ട, അഡ്രസ്സ് പറയണ്ട, എണ്ണം മസ്റ്റായിട്ട് പറഞ്ഞിരിക്കണം. വരുന്നതിന് മുമ്പ് അടുത്ത 29 നവംബറിലാണ് അന്യഭാഷാ പ്രാർത്ഥന. ഞാൻ എടുത്തു പറയുന്നു, ബ്രദർ വരുന്നുണ്ടോയെന്ന് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ഇല്ല, ഞാൻ നേരിട്ടല്ല, വെർച്വലി ആണ് വരുന്നത്, സ്ക്രീനിലാണ് വരുന്നത്. അതെടുത്ത് ഞാൻ പറയുന്നു. പിന്നെ എടുത്തു പറയുന്നു. പിന്നെ ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ കണ്ണൂർ നമുക്ക് പ്രാർത്ഥന വരുന്നത് ഡിസംബർ മാസം 13-ാം തീയതിയാണ് കണ്ണൂർ. അതിൻ്റെ ലൊക്കേഷനും ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അന്യഭാഷാ പ്രാർത്ഥനയാണ്. 50 പേരുടെ ഹോളാണത്. എനിക്ക് തോന്നുന്നത് ഇപ്പം തന്നെ 50 പേരായി. ഇനി എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് കപ്പാസിറ്റി ഇല്ല. ഈ 50 പേരും വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇല്ലെങ്കിലും വന്നില്ല 2 പേരുള്ളെങ്കിലും നമ്മൾ അന്യഭാഷാ പ്രാർത്ഥന അവിടെ വെക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വെർച്വലി ആണ്. ദേശത്തിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വെറുതെ പ്രാർത്ഥിക്കുന്നവരല്ല, ദർശനങ്ങളുടെ തലം തുറക്കുന്നവരാണ്. ഒരുമിച്ച് പിന്നെയും പ്രാർത്ഥിക്കാൻ വേണ്ടി പോകണേ. ഇനി ഈ സമയത്ത് ഞാൻ ചോദിക്കാൻ വേണ്ടി നിങ്ങളുടെ മേൽ വീണ്ടും കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ വലിയൊരു കാര്യത്തെ കർത്താവ് കുറച്ചു മുമ്പേ വെളിപ്പെട്ടതുപോലെ ചില കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്താൻ വേണ്ടി, ചില രോഗങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ വേണ്ടി രോഗങ്ങൾ, വേദനകൾ, രോഗശക്തികൾ, അതിനെ ഇപ്പം തമ്പുരാൻ നിങ്ങളുടെ ഉള്ളത്തിൽ വെളിപ്പെടുത്തും. ഇന്ന് ആ ഒരു കൃപാവര ശുശ്രൂഷയിൽ നിങ്ങൾ ജ്വലിക്കണം. നിങ്ങൾ ഇന്നലെ ആ സഹോദരി പറഞ്ഞിട്ടില്ല, അമ്മയ്ക്ക് ഉണ്ടായ ഒരു അനർത്ഥത്തെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. മനസ്സിലായില്ല, എന്തോ കാര്യം കണ്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് അമ്മയെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് എങ്ങനെ അനർത്ഥം കണ്ടു. പക്ഷെ അത് അത്ഭുതകരമായി മാറിപ്പോയി. തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി അത് കണ്ണ് തുറക്കുമ്പോൾ കാണാൻ പറ്റും, ദൈവത്തിൻ്റെ പദ്ധതികളെ കാണാൻ പറ്റും. യേശുവിൻ്റെ നാമത്തിൽ കണ്ണടച്ചു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ചില നിമിഷങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവെ, സമയം നമുക്ക് ഒത്തിരി മുന്നോട്ട് പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഡെലിവറൻസ് പ്രയർ, എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഇച്ചിരിയും കൂടെ സമയം നീട്ടി പിടിക്കാൻ വേണ്ടി പോകട്ടെ. കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? ഇതിപ്പോൾ ഇച്ചിരി നമുക്ക് ലേറ്റായി പോയി, ഇച്ചിരി സമയം നീണ്ടു വരും. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ സമയം ഡെലിവറൻസിന് വേണ്ടി വരും. കാര്യം പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോ വ്യക്തികളെ അപ്പോൾ എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ നമുക്കൊരു നീണ്ട സമയങ്ങൾ അതിനുവേണ്ടി എടുക്കും കേട്ടോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവേ നന്ദി, കർത്താവേ, പരിശുദ്ധാത്മാവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ചു. ദൈവാത്മാവ് കർത്താവിൻ്റെ വലിയ കൃപയിന്ന് നിങ്ങളെ മേൽ തൊടുവാണ്. ദൈവം കർത്താവ് നിങ്ങളുടെ ഉള്ളത്തിൽ നിങ്ങളുടെ വിഷയങ്ങളെ തമ്പുരാൻ തൊടുവാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ലൈഫിൻ്റെ മേൽ ദൈവപ്രവർത്തികളെ ഇന്ന് തൊടുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവേ താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ചില രോഗങ്ങളെ, ചില വിഷയങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് തൊടുക. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നപ്പ. ഓ ഹല്ലേലൂയ. ഞാനൊരു കർത്താവ് എന്നെ ഒരു കുടുംബത്തെ തമ്പുരാൻ കാണിക്കുക. ഒരു സിസ്റ്ററാണ്, ഒരു സഹോദരി. ഈ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഒരു ഭവനം കർത്താവ് എന്നെ കാണിക്കുക. ഈ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത ഈ വ്യക്തിയുടെ ചിത്രം ഞാനൊരു വീടിൻ്റെ അകത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ അകത്ത് പലരുടെ മേലും ഈ ആത്മഹത്യ ടെൻഡൻസി, മരണത്തിലോട്ട് വലിച്ചുകൊണ്ട് പോകാൻ നോക്കുന്ന ടെൻഡൻസിയുള്ള ഭവനത്തെ കർത്താവ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് 1990 എന്ന് പറയുന്നൊരു വർഷം ആ ഭവനവുമായിട്ട് എന്നെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുക. വലിയൊരു നിലവിളി ഞാൻ ആ ഭവനത്തിൽ കേൾക്കുക. 1990 എന്നുള്ളൊരു വർഷം കർത്താവ് എന്നെ എടുത്തു കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിൻ്റെ മേൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് അടുത്തത് ലക്ഷ്യം വെച്ച് നിൽക്കുന്ന ആത്മഹത്യ ടെൻഡൻസികൾ, എന്തേലും ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പോയി ചാകുമെന്ന് പറയുന്ന വാക്കുകൾ എല്ലാം ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പം യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, കലഹങ്ങളെ കൊണ്ടുവന്നിട്ട് സ്വസ്ഥത കെടുത്തുന്ന അനുഭവങ്ങൾ ഇപ്പോൾ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പം ഞാൻ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവ് എന്നെ മായ എന്ന് പറയുന്ന ഒരു പേര് കാണിക്കുവാണ്. ഈ ഭവനവുമായിട്ട് റിലേറ്റ് ചെയ്തത് ഏത് ഭവനമാണോ, ഞാൻ ആ കുടുംബത്തിൽ ചില വ്യക്തികളെ കർത്താവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്താൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്. സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഇന്ന് കേൾക്കുന്ന ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞോണേ. നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ ആ ഡെലിവറൻസിനെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ യേശുവേ, ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവേ, ഞങ്ങളുടെ അത്ഭുത കരം ഇപ്പോൾ അവിടെ സംഭവിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളിത് റിലീസ് ചെയ്യുമ്പോൾ സ്വീകരിച്ചോ കേട്ടോ. ആ ഭവനത്തിൻ്റെ മേൽ നിന്നും ദൈവപ്രവർത്തികൾ ഇപ്പോൾ സംഭവിക്കുന്നു. വലിയൊരു ശാന്തത. കർത്താവ് പടകിൽ കയറി കാറ്റിനെയും കടലിനെയും ശാസിച്ചു. അപ്പോൾ ഒരു സമാധാനം, ഒരു ശാന്തത ഉണ്ടായി. ഇതേപോലൊരു ശാന്തത ഭവനത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോവാം. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾക്കകത്ത് എവിടെയോ
ഒരു 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 വ്യക്തിയെ കർത്താവ് തൊട്ടു. ഇപ്പൊ പറഞ്ഞ വാക്കുകൾക്കകത്ത് ഇന്ന് ഞാൻ കൽപ്പിക്കുന്നപ്പ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, കർത്താവിന്റെ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് സൂമിൽ പറയാൻ വേണ്ടിയാണോ നിങ്ങൾ മൈക്ക് മ്യൂട്ട് മാറ്റിയെങ്കിൽ പറയുക, അല്ല എങ്കിൽ നിങ്ങൾ മൈക്ക് മ്യൂട്ട് ചെയ്യുക. ഇനി ലൈവിലാണെങ്കിൽ ആ ഭവനം സ്വീകരിച്ചു. നിങ്ങൾ നിമിത്തം ആ ഭവനത്തിന്റെ അവസ്ഥകളെ കർത്താവ് മാറ്റുവാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. പറയാനുള്ളവരല്ലെങ്കിൽ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. താങ്ക് യു ജീസസ്. അനാവശ്യമായിട്ട് ആരും മൈക്ക് മ്യൂട്ട് മാറ്റരുതേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവി, നന്ദി കർത്താവി. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു കിരൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് ഒരു ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ കിരണ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ബ്ലൂ കളറിലെ ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് ഈ വ്യക്തി നിൽക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി ഈ ഡ്രസ്സ് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് കാണിക്കുന്ന കാഴ്ച, എന്തോ ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈ വസ്ത്രം ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി കാണിക്കുക. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ ഒരു അടയാളം എന്നെ കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ പഴുതാര പോലിരിക്കുന്ന ഒരു സാധനം, അതിങ്ങനെ നിരങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച. ഇതൊരു ആത്മീയ കാഴ്ചയാണ്, നമ്മൾ ലിറ്ററലി കാണുമല്ല, ആത്മീയ ഒരു കാഴ്ചയാണ്. ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കുറേ ഇതിങ്ങനെ നിരങ്ങി ചുറ്റും ഭവനം ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. നിങ്ങൾ അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റിയവരെല്ലാം ഞാൻ പറഞ്ഞില്ലേ, മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞില്ലേ. എനിക്കറിയാം ഈ സമയമാകുമ്പോൾ ആൾക്കാർ ചാടി വർത്താനം പറയാൻ വരും. ഇന്ന് ആ കിരണ്ട ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഒരു യാത്രയ്ക്ക് വേണ്ടി ദൈവം കിരണ്ട ഭവനത്തെ ഒരുക്കാൻ വേണ്ടി പോവാം. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പ. കർത്താവിന്റെ കൃപ പെരുകുന്നല്ലോ. വലിയ അത്ഭുതത്തെ കർത്താവ് ഇന്ന് ആ ഭവനത്തിന് വേണ്ടി ചെയ്യുന്നല്ലോ. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ആരാണത് സ്വീകരിച്ചോണേ. ഒരു യാത്ര ദൈവം ചെയ്യാൻ വേണ്ടി പോവാ. ബ്രദറെ, എന്റെ മോന്റെ പേര് കിരൺ എന്നാണ്. അവനിപ്പോ ഇവിടെ ഇല്ല, ദുബായിലാണ് ജോലി ചെയ്യണേ. മിനി സിസ്റ്റർ അല്ലേ? അതെ. മോനെ കർത്താവ് തൊടാൻ വേണ്ടി പോട്ടോ. അവന്റെ പേര് സിസ്റ്റർ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മോന്റെ പേര് വല്ലതും? ഇല്ല, പേരൊന്നും പറഞ്ഞിട്ടില്ല. പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷേ പേര് പറഞ്ഞിട്ടില്ല. ഇന്ന് കർത്താവ് എന്നെ കാണിച്ച ഒരു ബ്ലൂ ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഒരു സന്തോഷകരമായ യാത്ര അവന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാ. ഇന്ന് തമ്പുരാൻ കർത്താവിന്റെ ഒരു പ്രവൃത്തി പ്രാർത്ഥിച്ചു. ഇന്ന് നമ്മൾ അവന് വിവാഹത്തിന് വേണ്ടിയല്ല എന്നോട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞത്. അങ്ങനെ ഒരു സാധനം ഇങ്ങനെ നിരങ്ങി വീട് ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു ആത്മീയ കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇന്ന് കർത്താവെ ഇന്ന് ബ്ലസ് ചെയ്യുന്ന പാമ്പുകളെയും തേളുകളെയും പിശാചിന്റെ തന്ത്രങ്ങളെ ആത്മാവിൽ വെട്ടിവിടുന്നു. ഇപ്പോൾ തന്നെ കുടുംബത്തിന്റെ മേൽ കർത്താവ്, പ്രത്യേകിച്ച് തലമുറയുടെ ഭാവി, പ്രത്യേകിച്ച് പലവട്ടം പ്രാർത്ഥനാ വിഷയം പറഞ്ഞെങ്കിൽ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇന്ന് ആ മകനെ കർത്താവെ ഞങ്ങൾ ഇന്ന് അതാന്ന് വിശ്വസിക്കുന്നു. മകന്റെ മേൽ കർത്താവിന്റെ ഡെലിവറൻസിനെ കൽപ്പിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു. കർത്താവിന്റെ സാക്ഷ്യമായിട്ട് കർത്താവ് മാറ്റും കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പിന്നെ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച കാര്യം, ആത്മാവിന്റെ വലിയൊരു ഫ്ലോ. ഇന്ന് ശരീരത്തിന്റെ മേൽ മുഴകളാൽ ഭാരപ്പെടുന്നവർ ആരെങ്കിലും ഉണ്ടോ? ശരീരത്തിൽ എവിടെയെങ്കിലും തടിപ്പുകളായിട്ടോ നീരുകളായിട്ടോ മുഴകളായിട്ടോ ഭാരപ്പെടുന്നവരുണ്ടോ? കൈവച്ചോ സിസ്റ്ററെ? ചെറുതും വലുതും ഒക്കെ കൈവച്ചു. ഇനി ഉറക്കം വരുന്നവരൊക്കെ വീഡിയോ ഓണാക്കി ഉറക്കം വരുന്നവരൊക്കെ ഒന്ന് ചാടി എണീറ്റ് ആ ഉറക്കമൊക്കെ ഒന്ന് പോട്ടെ. ചിലപ്പം നമുക്ക് ദൈവം എപ്പോഴാണ് ഇടപെടുന്നത് വെച്ചാൽ ഉറങ്ങിപ്പോട്ട്. പിന്നെ ഈ ബ്രദറെ യൂട്യൂബ് വെച്ചുകൾ കേട്ടായിരുന്നു, ഇച്ചിരി ബാക്കി കൊണ്ടൊന്ന് പറയാന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് ഓർത്ത് പറയുന്ന പരിപാടിയല്ല, കാണാപ്പാടം പഠിക്കുന്നതല്ല. ശ്രദ്ധിച്ച് ആത്മാവിന്റെ ആ ഫ്ലോ വരുമ്പോൾ എപ്പോഴും ഓർത്തോണേ. ഹന്ന ആലയത്തിൽ നിന്ന് കരയുമായിരുന്നു. കാര്യം ശമൂല് പറഞ്ഞു, നീ വീഞ്ഞു കുടിച്ച് മത്ത് പിടിച്ചിരിക്കണമെന്നൊക്കെ കാര്യം ചോദിച്ചപ്പോഴേ ഒറ്റ പ്രവചനം, അടുത്ത യഹോവ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ഒറ്റ പ്രവചനം, ഒറ്റ ആലോചന. പിറ്റേ വർഷം ഹന്ന എന്ത് ചെയ്തു? ഉദരത്തിൽ തലമുറയായിട്ട് വന്നു. അപ്പൊ ഒരു കാര്യം വെച്ചു, ഉപയോഗിക്കപ്പെടുന്ന ദൈവദാസന്റെ നാവിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ആ സമയം പ്രാർത്ഥനയോടെ ഇരുന്നവണ്. ഞാൻ എപ്പോഴും പറയത്തില്ല, ബ്രദറിന്റെ കഴിവ് ഒന്നുമില്ല, സീറോയാണ്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നു.
ആത്മാവിന്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നു. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ ദൈവം ഉപയോഗിക്കും എന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, ബ്രദർ എന്ന വ്യക്തിയെ നോക്കുകയേ വേണ്ട, പരിശുദ്ധാത്മാവിനെ നോക്കുക. പരിശുദ്ധാത്മാവിടെ ബ്രദറോ സിസ്റ്ററോ ആരും ആയിക്കോട്ടെ, യേശുവേ പ്രാർത്ഥിച്ചു എന്നോട് ഇടപെടണമേ, എന്നോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ മുഴകളായി ഭാരപ്പെടുന്നവർ ഒന്ന് കൈവച്ച്, അതിൻ്റെ അത് വേദനയുള്ളവരെല്ലാം കൈവച്ച് നിങ്ങൾ പറഞ്ഞ്, എൻ്റെ ഉള്ളത്തിൽ കർത്താവ് മുഴകളുടെ മേൽ യേശുവിൻ്റെ പ്രവൃത്തി. ഞാൻ ഈ പ്രാർത്ഥിക്കുന്നവർ ശ്രദ്ധിച്ചോണം, ഈ നിങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഇത് നിങ്ങൾ ഷെയർ ചെയ്യണം. വെറുതെ പ്രാർത്ഥിക്കരുത്. ദൈവാത്മാവ് നിങ്ങളെ തൊടും. നമ്മൾ ഈ വേദനയും വെച്ചുകൊണ്ട് രോഗവും വെച്ചുകൊണ്ട് ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ പറയും, ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ആരാധിച്ചു. അല്ല പ്രിയരേ, ഞാൻ പറഞ്ഞിട്ടില്ലേ, മുടന്തൻ യാചിച്ചപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, പൊന്നോ വെള്ളിയോ എനിക്കില്ല, നസ്രേനാ യേശുവിന്റെ നാമത്തിൽ നീ എണീറ്റു. പിന്നെ അവൻ ആലയത്തിൽ നിന്നുകൊണ്ട് തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിച്ചു. കണ്ടോ? അപ്പൊ അവൻ യേശു അവന്റെ കൂടെ ആരാധിക്കൂ. അപ്പം കർത്താവിന്റെ ഇഷ്ടം അതാണ്. അവൻ രോഗിയായിരിക്കുമ്പോൾ അവനെ ആരാധിക്കുന്നത് കണ്ടുകൊണ്ട് യേശുവിന് സന്തോഷമില്ല. അങ്ങനെ സന്തോഷം ഉണ്ടായിരുന്നെങ്കിൽ യേശു ക്രിസ്തു ക്രൂശിലേക്ക് വരുന്നതിന് മുമ്പ് പറയുക, പിതാവേ എനിക്കൊരു അറ്റാക്ക് വന്നാൽ മതി. അതവൻ വേദന അനുഭവിക്കണ്ടല്ലോ. അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സൈലന്റ് അറ്റാക്ക് ആണെങ്കിൽ പെട്ടെന്ന് മരിക്കുക. യേശു പറഞ്ഞു, വേണ്ട, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണം, പക്ഷെ വേണ്ട, ഈ പാനപാത്രം ഞാൻ കുടിച്ചെങ്കിലേ ഇവരുടെ രോഗങ്ങൾ മാറത്തുള്ളൂ, ഇവരുടെ വേദനകൾ മാറണമെങ്കിൽ ഈ ദുഃഖകരമായ പാനപാത്രം ഞാൻ കുടിക്കണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുഴകളെ കൈവച്ച്, ആ വേദന ഉള്ളവരെല്ലാം കൈവച്ച്, ആ ബ്ലഡിലെ മേൽ ഇന്ന് കൗണ്ടുകൾ, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരാൻ വേണ്ടി, പുതിയ ഞരമ്പുകൾ ഉണ്ടായി വരാൻ മെഡിക്കൽ സയൻസ് ഞെട്ടാൻ പോവാ. ഞാൻ ഒരിക്കലും മെഡിക്കൽ സയൻസ് കുറ്റം പറയുമല്ല, മെഡിക്കൽ സയൻസ് തെറ്റല്ല. ദൈവമാണ് മനുഷ്യർക്ക് കൃപ കൊടുത്തത്, അവര് നമ്മളെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് സൗജന്യമായി ക്രൂശിലൂടെ ലഭിച്ച സൗഖ്യമുണ്ട് കേട്ടോ. മെഡിക്കൽ സയൻസ് ബ്ലെസ്സിങ് ആണ്. ലോകത്തിന് ഒത്തിരി പേർക്ക് അത് ബ്ലെസ്സിങ് ആണ്. അവരെ എതിർക്കുക, കുറ്റം പറയുക ഒന്നുമല്ല. അവർ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നമുക്ക് സൗജന്യമായി, ഒരു സർജറി കൂടാതെ, ഒരു മെഡിസിൻ കഴിക്കാതെ സൗജന്യമായി നമ്മുടെ മേൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതെടുത്ത് അനുഭവിച്ച് സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, സൗജന്യമായി ലഭിച്ചത്, സൗജന്യമായി ഫ്രീ ആയി ലഭിച്ചത് ഫ്രീ ആയി കൊടുക്കണം. യേശുവേ, ഒരു നിമിഷം ഒന്ന് നന്ദി പറഞ്ഞ പരിശുദ്ധാത്മാവേ, ഇന്ന് കർത്താവിന്റെ പ്രവൃത്തി ഞാനിപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കുവാണ്. കർത്താവിന്റെ കടഭാരത്താൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, വേദനയാൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, രോഗത്താൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, കുടുംബത്തിൽ സമാധാനമില്ലാതെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് എൻ്റെ ഉള്ളത്തിൽ ഞാനിപ്പോ പേര് കണ്ടുകൊണ്ട് പറയുവാണേ, ശാന്തിനി അന്റോണി എന്നുള്ള സഹോദരി കേൾക്കുന്നുണ്ടോ? ഞാൻ പേര് കണ്ടുകൊണ്ട് പറയുവാണ്. സിസ്റ്ററെ ഒന്ന് മ്യൂട്ട് മാറ്റിക്കേ. ഞാൻ പേര് കണ്ട് വായിക്കുവാണേ, ഇതാ വെളിപ്പെട്ടതല്ല, പേര് കണ്ടിട്ട് എൻ്റെ ഉള്ളത്തിൽ പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളത്തിൽ പറയുവാണേ. സിസ്റ്ററെ കർത്താവുണ്ട് പറയുന്നു, സിസ്റ്റർ എൻ്റെ ഉള്ളത്തിൽ കർത്താവിനോട് പറയുന്നു, സിസ്റ്ററെ നിന്ദകളെ ദൈവം എടുത്ത് മാറ്റാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. നിന്ദകൾ കുടുംബത്തിൽ ആർക്കും ലഭിക്കാത്ത, പ്രത്യേകിച്ച് നിങ്ങളുടെ പട്ടണത്തിൽ, നിങ്ങളുടെ ദേശത്ത് ആർക്കും ലഭിക്കാത്തൊരു പ്രാർത്ഥനയുടെ വരത്തെ ദൈവം തുറക്കാൻ വേണ്ടി പോവാ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ഭവനത്തിൽ അനേകര് വന്നിറങ്ങിപ്പോകുന്നൊരു കാഴ്ച ഞാൻ കാണുക കേട്ടോ. കുടുംബം ദൈവത്താൽ മാനിക്കപ്പെടാൻ വേണ്ടി പോവാ സിസ്റ്ററെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിന്റെ മേൽ 2 വ്യക്തികളെ കർത്താവ് തൊടുന്നതായിട്ട് പറയുന്നു. 2 വ്യക്തികളെ ദൈവം തൊടും യേശുവിന്റെ നാമത്തിൽ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കർത്താവ് അവിടെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പാ. വലിയ പ്രവൃത്തി അവിടെ ചെയ്യാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. തമ്പുരാൻ ചില വ്യക്തികളുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി പോവാ. സിസ്റ്ററെ, ഒരു മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക. മഞ്ജുവിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരാൻ വേണ്ടി പോവാ. കേൾക്കുന്നുണ്ടോ? ആ വ്യക്തി ഭവനത്തിലേക്ക് വരാൻ വേണ്ടി പോവാണേ. ആ വ്യക്തിയുടെ പേര് എഴുതി വെച്ച് പ്രാർത്ഥിച്ചോണേ. മഞ്ജുവിനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അനുഗ്രഹ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടോ സിസ്റ്ററെ? ആ പേരൊന്ന് കുറിച്ച് വെച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തി ആ മകളിലൂടെ കുടുംബത്തിൽ ചെയ്യാൻ വേണ്ടി പോവാ. ഇപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഉണ്ടെങ്കിൽ ആ വ്യക്തി ആരാ? അത് ഞാൻ പറയട്ടെ, എന്റെ ചർച്ചില് ഒരു സിസ്റ്റർ ആണ്. അതിന്റെ മോള് UK-ല് ഉണ്ട്. അപ്പൊ ഇപ്പൊ അത് അങ്ങോട്ട് പോയേക്കാണ്. അപ്പൊ അത് പ്രഗ്നന്റ് ആകണേന് മുമ്പ് ദൈവം എന്നോട് പറഞ്ഞു ഈ കുട്ടി പ്രഗ്നന്റ് ആണ്. അപ്പൊ അവർക്കത് മനസ്സിലായില്ലായിരുന്നു. അപ്പൊ അവരോട് പറഞ്ഞു ഒന്ന് നോക്കാവോന്ന് ചോദിച്ചു. അപ്പൊ അവര് ആ കൊച്ചു പോയി നോക്കിയപ്പം ആ കുട്ടി പ്രഗ്നന്റ് ആയിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്നെ കൊണ്ട് പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ട്
ഇപ്പൊ ഒരു UK പോയി ആ കുഞ്ഞ് നല്ല സുഖപ്രസവമായിരുന്നു. ഓ, ഇത് അപ്പൊ മഞ്ജു പോയപ്പോ എനിക്ക് മഞ്ജു എന്ന് പറഞ്ഞ വ്യക്തിയുടെ മോളാത്. മഞ്ജു എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഓ, മോളാണ്. ഈ കാര്യം വല്ല സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒന്നും പണ്ടില്ല ഓ, ബ്രദറെ. എനിക്ക് കർത്താവ് എന്നോട് പറഞ്ഞവരെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആൾക്കാർ ഇനി ഭവനത്തിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥനയുടെ ഒരു കൃപ ദൈവം തുറക്കാൻ വേണ്ടി പോകും. അതിൽ ദൈവം ഒരു അടയാളം കാണിച്ച മഞ്ജു ഒരു സൈനാ ദൈവം. അപ്പൊ മഞ്ജുവിന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാ ഇത് സംഭവിച്ചല്ലേ? ഓ യേശുവേ, അതെ ഇത് കർത്താവിനാൽ ഇപ്പൊ വെളിപ്പെടുത്തി കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ആ ഭവനത്തിൽ അനേകർ ഇനി പ്രാർത്ഥിക്കാൻ വേണ്ടി വരും. അനേകർക്കൊരു അനുഗ്രഹമായത് വലിയ വഴികളെ ദൈവം അതും കൂടെ തുറക്കും കേട്ടോ. ഒത്തിരി ആളുകൾ കർത്താവ് എന്ന് പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് പോലും വന്ന് പ്രാർത്ഥിക്കും. അതേപോലെ ഒരു കൃപ, പ്രാർത്ഥനയുടെ കൃപ, ദർശനങ്ങളുടെ ഒരു ദർശനക്കാരിയായി ദൈവം മാറ്റാൻ വേണ്ടി പോവാ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഞാൻ ആ ഉള്ളത്തിലിരിക്കുന്ന ആ കൃപാവരത്തിന്റെ അകത്ത് വന്നുകൊണ്ട് പ്രിയമകളെ ഒന്ന് അഭിഷേകം ചെയ്യുന്നു. അഭിഷേകത്താൽ പ്രാർത്ഥിക്കുന്നപ്പാ, അങ്ങയുടെ അഭിഷേകം പ്രിയമകളുടെ ഉള്ളത്തിൽ ജ്വലിക്കട്ടെ അപ്പാ, അത് വർദ്ധിക്കട്ടെ അപ്പാ. യേശുവിന്റെ നാമത്തിൽ ആ കാഴ്ചകൾ വ്യക്തമാകട്ടെ. ദൈവം സംസാരിക്കട്ടെ. ആ സ്വപ്നത്തിലും ദർശനത്തിലും എല്ലാ കാര്യത്തിലും ഇടപെടട്ടെ. ബ്ലസ് യു സിസ്റ്റർ. ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ അതോടൊപ്പം തന്നെ അനുഗ്രഹിക്കട്ടെ. ഞാൻ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ റോയി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഈ റോയിയുടെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ജൂലൈ മാസം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ജൂലൈ മാസത്തിൽ റോയിയുടെ ഭവനത്തിൽ ജനിച്ചത് ആരാണോ, റോയിയുടെ ഭവനത്തിൽ ജൂലൈ മാസം ഇങ്ങനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ, ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ഡെലിവറൻസ് അവിടെ സംഭവിക്കുക, വിടുതൽ സംഭവിക്കുക. ആ ഭവനത്തിൻ്റെ ഛായ മാറാൻ വേണ്ടി പോകുന്നു. ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കാണും. ഇതിൻ്റെ രൂപം മാറാൻ വേണ്ടി പോകുന്നു. ആ ഭവനത്തിൻ്റെ അകത്തിരിക്കുന്ന ആളുകളുടെ അന്തരീക്ഷം മാറാൻ വേണ്ടി പോകുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ശ്രദ്ധിച്ചു കേട്ടോണം. റോയി എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിൽ ജൂലൈ മാസം ജനിച്ച വ്യക്തി ഉള്ള ഭവനമാണ്. ഇപ്പോൾ ഞാനിത് റിലീസ് ചെയ്യുന്നപ്പോൾ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഇന്ന് ആ കേൾക്കുന്ന ഭവനം ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുത്തു. കർത്താവ് നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ പ്രവർത്തികളെ അയക്കുന്നു. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളത് പറഞ്ഞു. എന്റെ വീടാ ബ്രദറെ. മോളുണ്ട് ജൂലൈ മാസം 17. ആരാ റോയി എന്ന് പറയുന്നത്? ഭർത്താവാ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് മോളിപ്പോ എവിടെയാ? ഇവിടെ തന്നെയുണ്ട്, വീട്ടിൽ തന്നെയുണ്ട്. ഇന്ന് ആ മോളുടെ മേൽ, ജൂലൈ മാസം ജനിച്ച വ്യക്തിയുടെ മേൽ, ഈ റോയിയുടെ മേലും ഈ ജൂലൈ മാസം ജനിച്ച വ്യക്തികളുടെ മേലും ഒരേപോലെ തടസ്സമിട്ട്, അവർ രണ്ടുപേരെയും ഒരേപോലെ തടസ്സമിട്ട് രണ്ടുപേരെയും കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവ് വിടിവിക്കുക എന്നോട് പറഞ്ഞത്. ശോഭിക്കാൻ വേണ്ടി പോവാ, ഭവനത്തിന്റെ ഛായ മാറാൻ വേണ്ടി പോവാ, ആ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറാൻ വേണ്ടി പോവാ. കർത്താവെ, ഇപ്പോൾ ഞാൻ ബ്ലസ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഒരു വാക്ക് പറയുകയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് 2 അത്ഭുത വാർത്തകൾ കേൾക്കാൻ വേണ്ടി പോവാണ് യേശുവിൻ്റെ നാമം. 1 ഭവനത്തിൽ നിന്നും, 2 ആ കുടുംബത്തിന്റെ പുറത്തുനിന്നും ഒരു നന്മയുടെ വാർത്ത. 1 ഭവനത്തിന്റെ അകത്തുനിന്നും 2 പുറത്തുനിന്നും കേൾക്കും. 2 വാർത്തകൾ ദൈവാത്മാവ് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ്, ഇത് കൃപയാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ്, ഇത് കൃപയാണ്. കർത്താവെ, ഇപ്പോൾ തന്നെ രോഗികൾ, മുഴകളുള്ളവരൊക്കെ കൈയെടുത്ത് വെച്ച മുഴകൾ അപ്രതീക്ഷമായി പോകുന്നതിൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുക, ആ മുഴകൾ മാഞ്ഞു പോകും, അത് ചുങ്ങിപ്പോകും. അത് നിമിത്തം വരാൻ പോകുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ക്യാൻസൽ ആകുകയാണ്. ഒരു സർജറിയും കൂടാതെ തന്നെ കർത്താവിൻ്റെ അത്ഭുതം. കൈവച്ച് മുഴയുള്ളവരൊക്കെ കൈവച്ച് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ വേരോടെ പറിക്കുന്നപ്പോ യേശു ഞങ്ങളുടെ രോഗത്തെ വഹിച്ചതാണ്. കർത്താവ് ഈ സമയത്ത് വേദന ഉള്ളവരെല്ലാം കൈവച്ചു. ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് ഉണ്ടാകുക, അത്ഭുതകരമായ സൗഖ്യത്തെ കൽപ്പിക്കുന്നപ്പ